യസ്ര അധ്യായം 10. യസ്ര ഇങ്ങനെ ദേവാലയത്തിനു മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യെഹിയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രായോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിനു വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ എസ്ര എഴുന്നേറ്റ് ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരെയും എല്ലാ ഇസ്രായേല്യരെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. എസ്ര ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹനിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു. അനന്തരം അവർ സകല പ്രവാസികളും യെരുശലേമിൽ വന്നുകൂടണമെന്നും പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെ ഇരുന്നാൽ അവന്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യെഹൂദായിലും യെരുശലേമിലും പ്രസിദ്ധമാക്കി. അങ്ങനെ യെഹൂദായുടെയും ബെന്യാമിന്റെയും സകല പുരുഷന്മാരും 3-ാം ദിവസത്തിനകം യെരുശലേമിൽ വന്നുകൂടി. അത് 9-ാം മാസം 20-ാം തീയതി ആയിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിന്റെ മുറ്റത്തിരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് പാപം ഏറ്റുപറയുകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരത്തികളോടും വേർപെടുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവുമാകുന്നു. വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കയാൽ ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യനിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിനകോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപന്മാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. അതിന് അസാഹേലിന്റെ മകനായ യോനാഥാനും തിക്കയുടെ മകനായ യഹസ്യാവും മാത്രം വിരോധം പറഞ്ഞു. മിശുല്ലാമും ശബദ്ദായി എന്ന ലേവ്യനും അവരെ താങ്ങി പറഞ്ഞു. പ്രവാസികളോ അങ്ങനെ തന്നെ ചെയ്തു. എസ്രാ പുരോഹിതനെയും പിതൃഭവനുമായി ചില പിതൃഭവന തലവന്മാരെയും പേരുപേരായി തിരഞ്ഞെടുത്തു. അവർ ഈ കാര്യം വിസ്തരിപ്പാൻ 10-ാം മാസം 1-ാം തീയതി യോഗം കൂടി. അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിച്ചിരുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. പുരോഹിതന്മാരുടെ പുത്രന്മാരിലും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചവരുണ്ടായിരുന്നു. അവരാരെന്നാൽ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ പുത്രന്മാരിലും അവന്റെ സഹോദരന്മാരിലും മയശയാവ്, എലിയേസർ, യാരീബ്, ഗെദല്യാവ് എന്നിവർ തന്നെ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് കൈയടിച്ചു. അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇമ്മേരിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബദ്യാവ്, ഹാരീമിന്റെ പുത്രന്മാരിൽ മയശയാവ്, ഏലിയാവ്, ശെമയ്യാവ്, യെഹിയേൽ, ഉസിയാവ്, പശൂരിന്റെ പുത്രന്മാരിൽ എല്യോവേനായി, മയശയാവ്, ഇസ്മായേൽ, നെഥനയേൽ, യോസാബാദ്, എലയാസ, ലേവ്യരിൽ യോസാബാദ്, ശിമെയി, കെലീത്ത എന്നു പേരുള്ള കേലായാവ്, പെതഹ്യാവ്, യഹൂദ, എലിയേസർ, സംഗീതക്കാരിൽ എല്യാശീബ്, വാതിൽ കാവൽക്കാരിൽ ശല്ലൂം, തേലേം, ഊരി,
ഇസ്രായേല്യരിൽ പരോശിന്റെ പുത്രന്മാരിൽ രമ്യാവ്, ഇഷിയാവ്, മൽക്കിയാവ്, മിയാമിൻ, എലയാസാർ, മൽക്കിയാവ്, ബെനായാവ്. ഏലാമിന്റെ പുത്രന്മാരിൽ മഥന്യാവ്, സക്കരിയാവ്, യെഹിയേൽ, അബ്ദി, യെരേമോത്ത്, ഏലിയാവ്. സത്തൂവിന്റെ പുത്രന്മാരിൽ എല്യോവേനായി, എല്യാശീബ്, മഥന്യാവ്, യെരേമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോനാനാൻ, ഹനന്യാവ്, സബ്ബായി, അഥലായി. ബാനിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, അദായാവ്, യാശൂബ്, ഷെയാൽ, യെരേമോത്ത്. പഹത്തുമോവാവിന്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബെനായാവ്, മയശയാവ്, മഥന്യാവ്, ബസലയേൽ, ബിന്നുവി, മനശ്ശെ. ഹാരീമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയാവ്, മൽക്കിയാവ്, ഷെമയ്യാവ്, ഷിമയോൻ, ബെന്യാമീൻ, മല്ലൂക്ക്, ശെമരിയാവ്. ഹാശൂമിന്റെ പുത്രന്മാരിൽ മത്തേനായി, മത്തത്ത, സാബാദ്, എലീഫേലത്ത്, യെരേമായി, മനശ്ശെ, ഷിമയി. ബാനിയുടെ പുത്രന്മാരിൽ മയദായി, അമ്രാം, ഊവേൽ, ബെനായാവ്, ബേദേയാവ്, കെലൂഹും, വന്യാവ്, മെരേമോത്ത്, എല്യാശീബ്, മഥന്യാവ്, മെഥനായി, യാസു, ബാനി, ബിന്നുവി, ഷിമയി, ശേലമ്യാവ്, നാഥാൻ, അദായാവ്, മഗ്നദെബായി, ഷാഷായി, ഷാരായി, അസരയേൽ, ശേലമ്യാവ്, ശമരിയാവ്, ശല്ലൂം, അമര്യാവ്, യോസേഫ്. നെബോവിന്റെ പുത്രന്മാരിൽ യെയിയേൽ, മിത്തിത്യാവ്, സാബാദ്, സെബീന, യദ്ദായി, യോവേൽ, ബെനായാവ്. ഇവർ എല്ലാവരും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരും ഉണ്ടായിരുന്നു.